dears, welcome back to our channel. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് ഒരു ബ്രേസ്ലെറ്റ് ആണ്. അതിന് ആവശ്യമുള്ള മെറ്റീരിയൽസ് റൈൻസ്റ്റോൺസ്, ബീഡ്സ്, ക്രിസ്റ്റൽ എടുത്തിട്ടുണ്ട്, ബീഡ്സ്. ഓക്കേ, ബ്ലാക്ക് കളറും വൈറ്റ് കളറും എടുത്തിട്ടുണ്ട്. പിന്നെ എലാസ്റ്റിക് ആണ്, എലാസ്റ്റിക് വയർ, ദെൻ കട്ടർ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതാണ് എലാസ്റ്റിക് എടുത്തിരിക്കുന്നത്. 0.7 mm തിക്നെസ് ഉള്ള എലാസ്റ്റിക് വയറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവരവരുടെ അളവിനനുസരിച്ചിട്ട് നമുക്കൊരു പീസ് അതിന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് അതിലോട്ട് ഇനി മുത്ത് കോർക്കാം. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. വേറെ ഹുക്കോ ഒന്നും ഇതിന് ആവശ്യമില്ല. നമുക്ക് ഏത് കളറ് മുത്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ ബ്ലാക്ക് കളറും വൈറ്റ് കളറും മുത്തും, വൈറ്റ് കളർ ക്രിസ്റ്റലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓരോ മുത്ത് കോർത്ത് കഴിയുമ്പോഴും അതിനിടയിൽ ഓരോ റൈൻസ്റ്റോൺ കോർക്കാം. ഈ റൈൻസ്റ്റോൺ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിന് ചുറ്റും കുഞ്ഞു സ്റ്റോൺസ് ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒട്ടിക്കുകയല്ല, അതിൻ്റെ ഉള്ളിലായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല തിളക്കം ഉണ്ടാവും നമ്മൾ കോർക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനിപ്പോൾ 3 കളറ് 3 മുത്ത് ഉപയോഗിക്കുന്നുണ്ട്. 3 മുത്ത് വേണ്ടെങ്കിൽ ക്രിസ്റ്റൽ മാത്രം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലാക്ക് കളർ മുത്ത് മാത്രം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വൈറ്റ് കളർ മുത്ത് മാത്രം യൂസ് ചെയ്യാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും കളേഴ്സ് നമുക്ക് വേറെ കളേഴ്സ് ഇഷ്ടമുള്ളതൊക്കെ യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ ഒരു സെറ്റ്, അതായത് ഒരു ബ്ലാക്ക്, ഒരു വൈറ്റ്, ഒരു ക്രിസ്റ്റൽ, അങ്ങനെ ഒരു ഓർഡറിൽ കോർത്ത് കഴിഞ്ഞു. ഇതേപോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കോർത്തെടുക്കണം, ഇതേ സീരീസിലൊക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് സ്പീഡിൽ കംപ്ലീറ്റ് ആയിട്ട് കോർക്കാം. പിന്നെ റൈൻസ്റ്റോണിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള മുത്ത് എടുക്കണമെന്ന് മാത്രം, അല്ലെങ്കിൽ മുത്ത് റൈൻസ്റ്റോണിൻ്റെ ഉള്ളിലോട്ട് കയറിയിരിക്കും ചെറിയ മുത്താണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ അതേ വലുപ്പം വരുന്ന മുത്താണെങ്കിൽ കറക്റ്റായിട്ട് റൈൻസ്റ്റോൺ കാണുന്ന പോലെ ഇരിക്കും, മുത്തും കാണാം. അപ്പോൾ ഇതിലെ എലാസ്റ്റിക് നല്ല തിന്നായതാണ്. കുറച്ചുകൂടി കട്ടിയുള്ള എലാസ്റ്റിക് ഉണ്ടാവും, അതാകുമ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും. അപ്പം എൻ്റെ കയ്യിൽ ഇതാണ് അവൈലബിൾ ആയത്, അതുകൊണ്ടാണ് ഞാൻ ഈ എലാസ്റ്റിക് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ മുഴുവനും കോർത്ത് കഴിഞ്ഞു. ഈ സൈസിലാണ് കോർത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായി കെട്ടിട്ടിട്ട് ടൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹുക്കൊന്നും വേണ്ട. നമ്മൾ വേറെ ഗിയർ വയറൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് ഹുക്കും ജമ്പറിങ് എല്ലാം കണക്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇത് എലാസ്റ്റിക് വയർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വേറെ ഹുക്കൊന്നും അതിൽ കോർക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് കെട്ടിയാൽ മതി. ഒരു 3 കെട്ടിട്ടാൽ മതി, നല്ല ടൈറ്റായിരുന്നോളും. 3 കെട്ടിട്ട ശേഷം നമുക്ക് എക്സ്ട്രാ വരുന്ന എലാസ്റ്റിക് കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ മുത്തിൻ്റെ ഉള്ളിലോട്ട് കോർത്ത് വെച്ചാൽ മതി. ഇപ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടുതലുള്ളത് കാരണം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ കെട്ടിട്ട് കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രേസ്ലെറ്റ് റെഡിയായി. എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള നല്ല ഭംഗിയുള്ള ബ്രേസ്ലെറ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, കമൻസ് എല്ലാം എഴുതി അറിയിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.